ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. വിശേഷാൽ ഈ 3 ശ്വാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം ആമേൻ മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ വരുവാൻ കർത്താവ് സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ച ഈ വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മുൻഭാഗം നിൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകി തന്ന ഈ ശക്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിശ്ചയമായും ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥന സഭയ്ക്കും ദേശത്തിനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരു വിടുതലായി തീരും. ആമേൻ. സ്തോത്രം. അത് ആത്മാവിൽ ഞാൻ വിവേചിച്ചറിയുകയാണ്. ആമേൻ. സ്തോത്രം. നിങ്ങൾ സമയങ്ങളെ വേർതിരിച്ച് ഡ്യൂട്ടി ഉള്ളവരുണ്ടല്ലോ, പല കാര്യങ്ങളൊക്കെ ഓടുന്നവരുണ്ട്. സമയങ്ങളൊക്കെ വേർതിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ചിലതൊക്കെ പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ ആമേൻ ഒരു പുതിയൊരു ആത്മശക്തിക്ക് വേണ്ടി നമ്മൾ ദാഹത്തോടെ ഇരിക്കണം. ആമേൻ. സ്തോത്രം. അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം, ഒരു ആത്മശക്തി നമ്മൾ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനായി ഇന്ന് പകൽക്കാലവും കർത്താവ് നിങ്ങളെല്ലാവരെയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൂടുതലായും പ്രാർത്ഥിക്കുന്നത് ദേശത്തിനും സഭയ്ക്കുമൊക്കെയാണ്. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ ആമേൻ ഒരിക്കലും വൃഥാവായി പോകത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് നിശ്ചയമായിട്ടും മറുപടി തരും. സ്തോത്രം. ഒരു സമയത്ത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേശം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ആലോചന തന്ന് ആമേൻ. സ്തോത്രം. ഏകദേശം ഒരാഴ്ചത്തെ യാത്രയിൽ ആമേൻ ജമ്മു കാശ്മീർ മുഴുവൻ കറങ്ങണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. അങ്ങനെ സ്വന്തം വാഹനത്തിൽ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥന ടൂറായി ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഉറി എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ആരോടെങ്കിലും സുവിശേഷം അറിയിക്കണം. പക്ഷെ നമുക്ക് അവിടുത്തെയുള്ള ഒരു നിയമമുണ്ട്, ഇവിടെ ഓപ്പണായിട്ട് ഒരു മതത്തിൻ്റെയും ആമേൻ ട്രാക്റ്റുകളോ പിന്നെ അല്ലെങ്കിൽ ആരോടും പേഴ്സണലായിട്ടോ സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊരു നിയമമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഞാനിങ്ങനെ ആ ഉറിയിലൂടെ ഒരു വാഹനം സൈഡിൽ നിർത്തിയിട്ട് ഉറിയിലൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, നല്ലൊരു ഷോപ്പ്, അത് ഈ ഫ്ലവർ വേസൊക്കെ വെച്ചിരിക്കുന്ന ഈ പൂക്കളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന നല്ലൊരു ഷോപ്പിനെ കാണാനിടയായി. ആ ഷോപ്പിലോട്ട് ഞാൻ കയറി ചെന്നിട്ട് ആ ഷോപ്പിലെ ആ കടയുടെ ഉടമസ്ഥനോട് ഇങ്ങനെ ചോദിച്ചു, ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാ? അപ്പോൾ അദ്ദേഹം പല വിലകളാണ് പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോൾ ഒത്തിരി പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നോക്കുമ്പോൾ നല്ലൊരു പൂവ്, അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ വില എത്രയാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം കുറേ ഈ പൂക്കളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് അദ്ദേഹം അത് എടുത്ത് മുകളിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഈ പൂ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയുണ്ട്, അതിൻ്റെ അകത്ത് എന്തോ ഉറുദുവിൽ എഴുതിയിരിക്കുകയാണ്. അന്നേരമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ വായിക്കുകയാണ്. ഈ ഉറുദുവിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജോ സച്ച് ബോൾത്തെ ഹെ ഉസ്കോ ദുനിയ സൂലി പർ ചടാ ദേത്തെ ഹെ. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സത്യം പറയുന്നവരെ ക്രൂശിക്കുമെന്ന്. ആമേൻ. ഇദ്ദേഹം ഇത് വായിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭായ് സാബ് ആപ് കിസി കോ ऐसे जानते हो जो सच बोला हो दुनिया उसको सूली पर चढ़ाया हो? ഉസ്നെ പോലെ ഈസാ മസീഹ്. ഹല്ലേലൂയ. നമുക്ക് എളുപ്പമായല്ലോ. ദൈവത്തിന് സ്തോത്രം. അറിയാം യേശു. ആമേൻ. സ്തോത്രം. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, സുവിശേഷം പറയാൻ എളുപ്പമായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ചില ഓപ്പണുകൾ തരും. ഹല്ലേലൂയ. അത് ദേശത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലും അല്ല. നമ്മൾ ആത്മാവിൽ നടക്കുമ്പോൾ, നമ്മൾ ആത്മാവിൽ സഞ്ചരിക്കുമ്പോൾ, ഇന്നലെ 2 സെക്ഷനായി നമ്മൾ കേട്ടത്, ഈ അത്യന്ത ശക്തി അല്ലെങ്കിൽ അമിത ബലം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ഒരു അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ നയിക്കാനിടയായി തീരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലവും കർത്താവിനോടൊന്ന് പറയാമോ, പിതാവേ എന്നോടൊന്ന് ഇടപെടുമാറാകണമേ, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ അഴുക്കുകളെ ആമേൻ സ്തോത്രം കഴുകുവാൻ ആ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. കർത്താവ് എവിടെ ഞാൻ ആമേൻ നന്നാകണം, ശരിയാകണം. ആമേൻ. കർത്താവ് എന്നെ ഒന്ന് വചനത്തോട് ഓർമ്മപ്പെടുത്തണമേ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാമോ? മൺകൂടാരത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, മൺകൂടാരത്തിൻ്റെ അകത്ത് അത്യന്ത ശക്തി ഇറങ്ങുന്നത്. ഈ മൺപാത്രം യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധിയായി തീരട്ടെ. കർത്താവിനോട് പറയാമോ, കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് വെടിപ്പാക്കണമേ. യെസ്, ഈ സഭയിൽ ആമേൻ കുറെ പേരുണ്ട് ഉടുപ്പ് മലിനമാകാത്തവർ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നീ എന്നെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രം അഴുക്കാകാതെ അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കുവാൻ സ്വർഗമേ എന്നെ ഒന്ന് ആമേൻ എന്നെ ഒന്ന് പണിയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ യേശുവിൻ നാമത്തിൽ?
ഉടുപ്പിന്റെ മേൽ മലിനമായിട്ടുണ്ടെങ്കിൽ, ഉടുപ്പ് മലിനമായിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയാമോ, കർത്താവേ സകല മലിനതകളും ആമേൻ അഴുക്കുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. റാബാന ശുഖാരാധാന ബശാംധാന ഗസിയാറബ ഊഠാരാധാന ബശഖാറബ. യെസ്, ഹൃദയങ്ങളെ തുറണമേ കർത്താവേ, ചില ശരീരങ്ങളെ തുറണമേ കർത്താവേ, ചില ജീവിതങ്ങളെ തുറണമേ കർത്താവേ, ചില ചിന്തകളെ തുറണമേ കർത്താവേ. ഇന്ന് കർത്താവേ അങ്ങയുടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആരുടെ ചിന്താമണ്ഡലങ്ങളെ സാത്താൻ തിരിക്കുവാൻ അനുവദിക്കരുത് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പല ചിന്തകളോട് കൂടി ഇരിക്കുവാൻ അനുവദിക്കരുത്. യേശുവിൻ നാമത്തിൽ എല്ലാവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ, യെസ് അവരുടെ നിയന്ത്രണത്തെ, മനസ്സിന്റെ നിയന്ത്രണത്തെ എല്ലാ വചനത്തിന്റെ മേൽ ആകർഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും നിയന്ത്രിക്കേണ്ടതിനായി സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28 അതിന്റെ 1 മുതൽ. അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറകു പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്കു പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂകുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഒന്ന് പറയാമോ? അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ചിലതിനെ കുടയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചിലതിനെ കുടയുവാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവിൽ നിയോഗത്താൽ ഇന്നലെ രാത്രിയിൽ റൂമിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എന്നോട് കർത്താവ് സംസാരിച്ച തിരുവചനമാണ് ഞാൻ വിശ്വസിക്കുന്നു. ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പഞ്ചാബിലൊക്കെ 2 സർദാർമാർ 2 പേർ ഒരുമിച്ച് ഈ ഭവനത്തിൻ്റെ അകത്തുള്ള വേസ്റ്റ്, ഈ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഒത്തിരി വേസ്റ്റുകൾ ഒരു റൂമിൻ്റെ അകത്ത് വെച്ച് ആ 2 പേരും കൂടെ ഈ വേസ്റ്റ് കളയാൻ വേണ്ടി 2 പേരും വഴിയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയോ 2-3 പട്ടികൾ ഇവരുടെ പുറകെ ഇങ്ങനെ വരികയാണ്. ആമേൻ. അതിൻ്റെ അകത്തൊരു സർദാർ ഈ പട്ടിയെ കല്ലെടുത്ത് എറിയുന്നു, കാലുകൊണ്ട് തൊഴിക്കുന്നു. ഈ പട്ടി വീണ്ടും പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവരുടെ പുറകെ വരികയാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു സർദാർ പറഞ്ഞു, കല്ലെടുത്തെറിഞ്ഞാലോ കാല് കൊണ്ട് തൊഴിച്ചാലോ ഈ പട്ടി പോകത്തില്ല. പോകാൻ ഒരു കാര്യം ചെയ്യണം. എന്താ? കയ്യിലിരിക്കുന്ന വേസ്റ്റ് കളയണം. ദൈവത്തിന് സ്തോത്രം. കയ്യിലിരിക്കുന്ന വേസ്റ്റ് എന്ന് പറയാമോ? കയ്യിലിരിക്കുന്ന വേസ്റ്റ് കളഞ്ഞാൽ പട്ടി പുറകെ വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ചില വേസ്റ്റുകളെ കുടയണം. ആത്മീക ജീവിതത്തെ പറ്റിയിരിക്കുന്ന ചില പാപത്തിൻ്റെ ശക്തികൾ, ആമേൻ, ചില പാപ സ്വഭാവങ്ങൾ, ആമേൻ സ്തോത്രം, ദൈവരാജ്യത്തിനു വേണ്ടി ചലിക്കേണ്ട കരത്തെ പറ്റിയിരിക്കുന്ന ചിലതിനെ കുടയുന്നൊരു പകലായി സ്വർഗം തീർക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണമേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇങ്ങനെയാണ് ഈ അപ്പോസ്തലനെ പൗലോസിനെ വളരെ ശക്തിയോടെയും ആമേൻ വലിയ നിയോഗത്തോടെയും ആമേൻ യേശു കർത്താവ് ഉപയോഗിക്കുന്ന പല ആമേൻ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ശുശ്രൂഷകൾ ആമേൻ ഇവിടെ ഇങ്ങനെയാ വചനം പറയുന്നത്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട്, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ കപ്പല് തകർന്നതല്ലായിരിക്കും, കപ്പല് തകർത്തതായിരിക്കും. ആമേൻ സ്തോത്രം. ഈ ചിലതൊക്കെ തകരുന്നത് ചിലരുടെ വിടുതലിനാ. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ കപ്പൽ തകർന്നതിന്റെ പുറകിലെ കാരണം എന്താണെന്നറിയാമോ? ഒരു മെലീത്ത ദ്വീപിനെ കർത്താവിലോട്ട് തിരിച്ചു പിടിക്കാനാ.
ആമേൻ, സ്തോത്രം. നമ്മൾ എപ്പോഴും മാനുഷികമായി ചിന്തിക്കുന്നത് ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതും ചിലതൊക്കെ തകരുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിഷമമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പുറകിൽ കർത്താവിന് ചില പദ്ധതികളുണ്ട്. പൗലോസേ, കപ്പൽ തകർന്നതല്ല, കർത്താവ് കപ്പൽ. എന്നിട്ട് വചനം പറയുന്നതിന് രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത ദ്വീപിലെത്തി. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അവൻ പൗലോസിന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത വലിയൊരു പ്രവൃത്തി ഒന്ന് കേൾക്കണോ. ഈ മെലിത്ത ദ്വീപിലെത്തിയ പൗലോസ് അവിടെ കാണുന്ന കുറെ ബർബരന്മാരും, ആമേൻ, സ്തോത്രം, അവിടെ കാണുന്ന ഒത്തിരി പേരും അസാധാരണ ദയ അവരുടെ മേൽ കാണിച്ചു. ആരുടെ മേൽ? പൗലോസിന്റെ മേൽ കാണിച്ചു. എങ്ങനെ അവർ സ്വീകരിച്ചേ? അവരെങ്ങനെ സ്വീകരിച്ചു? അവരെ തീ ഇട്ടാണ് അവരെന്ത് ചെയ്തത്? സ്വീകരിച്ചത്. എന്താ? മെലിത്ത ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജമ്മു കാശ്മീരിനെ പോലെയൊക്കെ ദൈവത്തിന് സ്തോത്രം. ഈ തണുപ്പിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്താ? ചൂട്. അവൻ ഈ ചൂടില്ലെങ്കിൽ ശരീരത്തിൻ്റെ രക്തമൊക്കെ എന്ത് ചെയ്യും? ആമേൻ, കട്ടയായിത്തീരും. ഇങ്ങനെ ഇവർ ചിന്തിച്ചത് ഈ പൗലോസിനെയൊക്കെ, ആമേൻ, സ്തോത്രം, ഈ കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്ത് വേണം? തീ വേണം. അപ്പോൾ പൗലോസിനൊരു ചോദ്യം ചോദിക്കണേ. പൗലോസേ, അവിടെ നീ എത്തുന്നതിന് മുന്നേ തീയുണ്ടോ? തീയുണ്ട്. ഈ തീ ആരായിട്ടത്? ഞാനല്ല. പിന്നെ ആരായിട്ടത്? പറ. അവിടുത്തെ ബർബർമാരായിട്ടത്. ഈ തീ കത്തിച്ചത് ആരാ? ബർബരന്മാരാ. സ്തോത്രം. പൗലോസ് ചെല്ലുന്നതിന് മുന്നമേ അവിടെ എന്തുണ്ട്? എത്തിന് മുന്നേ തീയുണ്ട്. പക്ഷെ ഇത് കത്തിച്ചത് ആരാ? ബർബരന്മാരാ. സ്തോത്രം. പക്ഷെ നീ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ആ തീയുടെ ആളത്തെ ഒന്ന് കൂട്ടി. ഹല്ലേലൂയ. ഒരാമേൻ പറയാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വീകരിച്ചിരുന്ന ബർബരന്മാർ സ്വീകരിച്ച പൗലോസ്, ഇപ്പോൾ പൗലോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനു മുന്നേ പൗലോസ് ചെയ്യുന്നത് അറിയാമോ? അവിടെ കത്തിക്കൊണ്ടിരുന്ന തീയുടെ ആളത്തെ ഒന്ന് കൂട്ടി. അതിന് പൗലോസ് നീ എന്താ ചെയ്തേ? പൗലോസ് പറയും, ചിതറിക്കിടക്കുന്ന വിറക് കമ്പുകൾ പെറുക്കി ഈ തീയിലോട്ടൊന്ന് ഇട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയെ ഇനിയുള്ള ശുശ്രൂഷകൾ, ഇനിയുള്ള ദിവസങ്ങൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആമേൻ. സൗത്ത് ഡൽഹിയിലും ചിതറിക്കിടക്കുന്ന വിറകുകളെ ഇവിടെ കത്തുന്ന തീയിലോട്ട് കൂട്ടുവാൻ ചില കരങ്ങളെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഒരാമേൻ പറയാമോ? അപ്പോൾ പൗലോസ് ചെല്ലുന്നതിന് മുന്നേ അവിടെ എന്തുണ്ട്? തീയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ തീയുടെ ആളത്തെ കൂട്ടാൻ പൗലോസ് ചെയ്ത് എന്തെന്നറിയാമോ? വിറക് കമ്പുകൾ പെറുക്കി ഈ തീയിലോട്ട് എന്ത് ചെയ്തു? ഇട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. വരുന്നതിന് മുന്നമേ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, തീയുണ്ട്. പക്ഷെ ദൈവസഭ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ തീയെ ഒന്നും കൂടെ എന്ത് ചെയ്യണം? കത്തിക്കണം. സ്തോത്രം. ഈ തീയെ ഒന്നും കൂടെ ആളത്തോട്ട് കത്തിക്കണം. ഇത് കത്തിക്കണമെങ്കിൽ എങ്ങനെ വേണോ? ഞാൻ പറയട്ടെ, ഈ പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോഴൊക്കെ ഗ്യാസ് സ്റ്റൗ ഒക്കെ വന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ എന്താ വിറക് കമ്പ് വെച്ചിട്ടാ നമ്മൾ എന്ത് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഒരു വിറക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ തീ കത്തുവോ? ആമേൻ, സ്തോത്രം. ഒരു വിറക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ തീ കത്തത്തില്ല. ആമേൻ, സ്തോത്രം. ഈ വിറക് കമ്പിന്റെ മേൽ വേറൊരു വിറക് കമ്പ്, അതിന്റെ മേൽ വേറൊരു വിറക് കമ്പ്, എത്ര കള്ളികൾ വെച്ചാലോ അത്ര തീ ആളി കത്താനിടയായി തീരും. ഒറ്റയ്ക്ക് കത്തിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ സമയം കത്തും. അത് കഴിഞ്ഞിട്ട് എന്ത് വരും എന്നറിയാമോ? പുക വരും. ദൈവത്തിന് സ്തോത്രം. പല കുടുംബത്തിൻ്റെ അകത്തും കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കമ്പ് കത്തി ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുക, പുകഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ പുകഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ ഞാൻ പറയുന്നു, ഇനി ഒറ്റയ്ക്കല്ല കത്തേണ്ടത്, ഇനി കൂട്ടമായിട്ട് കത്തുവാൻ നിങ്ങൾ തയ്യാറായാൽ അതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവേ, പുകയുന്ന കമ്പിനെ അത് കെടുത്താതെ അത് ആഴത്തിലോട്ടൊന്ന് കത്തുവാൻ, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവാൻ ചില വിറക് കമ്പുകളെ സ്വർഗമൊന്ന് നിയോഗിച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ഞാൻ എപ്പോഴും ദൈവസഭയിൽ പറയാറുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണം. ഒരു കമ്പ് അവിടെ, ഒരു കമ്പ് ഇവിടെ, ഒരു കമ്പ് അവിടെ, ഒരു കമ്പ് ഇവിടെ. ഒരിക്കലും കൂട്ടത്തോടെ കത്താൻ പറ്റത്തില്ല. വിറക് കമ്പുകൾ ഒരുമിച്ച് നിന്നാലേ തീ എന്ത് ചെയ്യത്തുള്ളൂ? ഒന്ന് പറയാമോ? ആളിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. PMG സഭയിലുള്ള ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഇനി ഒറ്റയ്ക്ക് നിന്നിട്ടല്ല, ഇനി കൂട്ടത്തോടെ ചേർന്ന് നിന്നാൽ പണ്ട് കത്തിയ തീ ഇനി ആളി കത്തിക്കുവാൻ.
ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? ദൈവത്തിന് സ്തോത്രം. ഇനി ആ വചനം ഒന്ന് വായിച്ചാട്ട്, മൂന്നാമത്തെ വചനം 28:3. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണല് ചൂട് പൗലോസ് കുറെ വിറക് പെറുക്കി എങ്ങോട്ടാ ഇട്ടത്? തീയിലോട്ടിട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വിറക് പെറുക്കുന്നതിന് മുന്നമേ ഇതെവിടെയായിരുന്നു? പല സ്ഥലങ്ങളിലാ. ഇതെവിടെയായിരുന്നു? പല സ്ഥലങ്ങളിലാ. പക്ഷെ പൗലോസ് ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ വിറകൊക്കെ ഒരുമിച്ച് പെറുക്കി എങ്ങോട്ടാ ഇട്ടത്? തീയിലോട്ടിട്ടു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് തീയിലോട്ടിട്ടപ്പോൾ സംഭവിച്ചെന്നറിയാമോ? ഞാൻ ഒരു കാര്യം ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ പൗലോസ് ഈ വിറക് പെറുക്കിക്കൊണ്ട്, ഈ ഓരോ വിറക് കഷ്ണം പെറുക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു സംഭവം പതുങ്ങിയിരിക്കുക. ഒരു കുഴപ്പമില്ല. ആമേൻ, സ്തോത്രം. വിറക് ഇപ്പോൾ പൗലോസിന്റെ കയ്യിലാണ് ഉള്ളത്. പക്ഷെ ഈ വിറക് പെറുക്കിക്കൊണ്ട് പോകുമ്പോഴും അതിനകത്ത് ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. എടുത്തോണ്ട് പോകുമ്പോഴും ഒരു കുഴപ്പമില്ല. ഇത് തീയിലോട്ടിട്ടപ്പോഴാണ് വിഷയം വരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇരുന്ന ഒരു കുഴപ്പമില്ല. ഒന്ന് ഉപവാസ പ്രാർത്ഥന വെച്ച് നോക്കിക്കേ. ഇങ്ങനെ ഇരുന്ന ഒരു കുഴപ്പമില്ല. കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഒന്ന് തുടങ്ങി നോക്കിക്കേ. കുടുംബത്തിനകത്ത് ആരാധന തുടങ്ങി നോക്കിക്കേ. പതുങ്ങിയിരിക്കുന്നെല്ലാം പുറത്തു വരും. പതുങ്ങിയിരിക്കുന്നെല്ലാം പുറത്തു വരും. സ്തോത്രം. ഇങ്ങനെ ഒരു പൊത്തുപരുവത്തിന് പോയാൽ കുഴപ്പമില്ല, അല്ലേ? ഒരു സാധാ മട്ടി പോയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥന ഒന്ന് കൂട്ടി നോക്കിക്കേ, ആരാധന ഒന്ന് കൂട്ടി നോക്കിക്കേ, ഈ വിറക് കമ്പിനൊന്ന് തീ കൊളുത്തി നോക്കിക്കേ. യേശുവിൻ നാമത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരും, ചില വിഷയങ്ങൾ പുറത്തു വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില വിറക് കമ്പിന് തീ പിടിക്കട്ടെ, ചില വിറക് കൊള്ളികൾക്ക് തീ പിടിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിറക് കമ്പുകൾക്ക് തീ പിടിക്കുമ്പോൾ പതുങ്ങിയിരിക്കുന്നെല്ലാം പുറത്തു വരും. അത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ദേശത്തിനും സഭയ്ക്കും ഒരു വിടുതലായി മാറും. പൗലോസ് പെറുക്കിക്കൊണ്ടുവന്ന വിറക് കമ്പുകൾ ഒരുമിച്ച് തീയിലോട്ടിട്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. പൗലോസേ, വിറക് കമ്പ് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല ഇടണ്ട, സഭയ്ക്കകത്ത് കത്തുന്ന തീയിലോട്ടിടണം. ആമേൻ, ഹല്ലേലൂയ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ വ്യക്തിയോട് പേഴ്സണലായിട്ട് ദൈവാത്മ പറയുന്ന ഒരു കാര്യമുണ്ട്. തയ്യാറാകുക. എന്തിനാ? ഈ ചിതറിക്കിടക്കുന്ന വിറക് കമ്പുകളെ പെറുക്കി ദൈവസഭയുടെ തീയിലോട്ടിടുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഇത് തീയിലോട്ടിട്ട എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ മെലിത്തിയുടെ വിശ്വാസം പാമ്പ് കടി ഏറ്റാൽ ശാപമാ. ആമേൻ, സ്തോത്രം. നീതിദേവി കോപിക്കുന്നതാ. ഇതൊരു ശാപത്തിന്റെ മരണമാ. എന്നാ മെലിത്തിയുടെ വിശ്വാസം, പാമ്പ് കടിച്ചാൽ അവൻ ചാകും ഉറപ്പാ, ചീർത്ത് വീഴും ഉറപ്പാ, അവനൊരു ശാപം അല്ലെങ്കിൽ കൊലപാതകന എന്ന മെലിത്ത പട്ടണത്തിന്റെ വിശ്വാസം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അമിതബലം പ്രാപിച്ചവൻ, അത്യന്ത ശക്തി പ്രാപിച്ചവൻ ആ മെലിത്ത ദ്വീപിന്റെ ചരിത്രത്തെ, വിശ്വാസം തിരിച്ചു പിടിച്ചു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടുത്തെ വിശ്വാസത്തെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? തിരിച്ചു പിടിച്ചു. എന്താ? ആമേൻ. ഈ പാമ്പ് കടിച്ചാൽ കൊലപാതകനാണ്, ചത്തു വീഴുമെന്നല്ല നിങ്ങളുടെ വിശ്വാസം. പക്ഷെ എൻ്റെ വിശ്വാസം അതല്ല. ഇന്ന് വിശ്വാസത്തെ പോലും മറികടത്തുന്ന, വിശ്വാസത്തെ പോലും തിരിച്ചു കുറിക്കുന്ന ഒരു അത്യന്ത ശക്തി ഈ ശരീരത്തിന് മേൽ വെളിപ്പെടുവാൻ വേണ്ടി എത്ര പേർ വിശ്വസിച്ച് പ്രാർത്ഥിക്കും? ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ വിറക് കമ്പുകൾ പെറുക്കി തീയിലോട്ടിട്ടപ്പോൾ വചനം വായിക്കുന്നത് ഇങ്ങനെയാ. ആ വിറകിന്റെ അകത്തുനിന്ന് ഒരു അണലി പുറത്തു വന്നെന്ന. സ്തോത്രം. ഒരു ചോദ്യം പൗലോസിനോട്, എത്ര പേരുണ്ട് അവിടെ തീ കായാൻ? പൗലോസ് നിങ്ങൾ മാത്രമുള്ളോ? അല്ല, ബർബരന്മാരുണ്ട്. പൗലോസിന്റെ കൂടെ വന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം, ചില വ്യക്തികളും ഉണ്ടായിരിക്കാം. പക്ഷെ ബർബരന്റെ കയ്യിൽ ചുറ്റിയോ അണലി? പറ്റിയോ? മറ്റുള്ളവരുടെ കയ്യിൽ പറ്റിയോ? പക്ഷെ പൗലോസ് നിന്റെ കൈക്ക് എന്താ പറ്റിയേ? എത്ര പേരുണ്ട് എൻ്റെ കൂടെ? ദൈവത്തിന് സ്തോത്രം. പൗലോസ് നിന്റെ കൈക്ക് എന്താ പറ്റിയേ? ബർബറിന്റെ കൈക്ക് തന്നെ ഈ അണലി പറ്റാഞ്ഞത്. ആമേൻ. മറ്റുള്ളവരുടെ കൈക്ക് തന്നെ പറ്റാഞ്ഞത്. വേറെ ആൾക്കാരില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ കൈക്ക് എന്താ പറ്റിയത്? അതെന്താണെന്നറിയാം? അത് പാമ്പ് പറയും, അണലി പറയും. എന്താ? എന്നെ ആരാണോ തീയിലോട്ടിട്ടത് അവനോടാണ് എനിക്ക് പോരാട്ടമുള്ളത്. എത്ര പേര് മനസ്സിലാകുന്നു? എത്ര പേര് മനസ്സിലാകുന്നു? ആരാണോ എന്നെ തീയിലിട്ടത്, ആരാണോ എന്നെ തീയിലിട്ടത് അവന്റെ കൈയോടാ എനിക്ക് യുദ്ധമുള്ളത്, അവനോടാ എനിക്ക് പോരാട്ടമുള്ളത്, അവനോടാണ് എനിക്ക് പോരാട്ടമുള്ളത്. അങ്ങനെയെങ്കിൽ വിശ്വസിച്ചോ, അങ്ങനെയെങ്കിൽ വിശ്വസിച്ചോ. നിന്റെ ശരീരത്തിന് പറ്റിയിരിക്കുന്നത്, നിന്റെ കൈക്ക് പറ്റിയിരിക്കുന്നത് അതൊരു വിടുതലായി മാറാൻ പോകുകയാ.
പാസ്റ്റേ ഈ ഒത്തിരി വിറക് കമ്പുകളൊക്കെ പെറുക്കി ഈ തീയിലോട്ടിടുമ്പോൾ വേറെ ആർക്കും വിഷയമില്ല, പക്ഷെ ഇടുന്നവനാണ് വിഷയമുള്ളത്. അവന്റെ കൈക്കേ ഇത് പറ്റത്തുള്ളൂ, അവന്റെ കൈക്കേ ഇത് ചുറ്റത്തുള്ളൂ. കാരണം ഇതിനറിയാം, ഈ അണലിക്കറിയാം, ഈ കൈ ഒരു സാധാരണ കൈ അല്ല, ഈ കൈ ഒരു കൊയ്ത്തിന്റെ കൈയാണ്. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ഈ കൈ സാധാരണ കൈ അല്ല, ഈ കൈ സാധാരണ കൈ അല്ല. ഈ കൈ എന്താ? ദൈവരാജ്യത്തിന് വേണ്ടി കൊയ്യുന്നൊരു കൈയാണ്. സഹോദരിമാരെ, കഴിഞ്ഞ നാളുകളിലൊക്കെ എത്ര പ്രാവശ്യം ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളാ. കർത്താവേ, അവർക്കില്ലാത്ത വിഷയം എനിക്കെന്നാ, അവർക്കില്ലാത്ത പ്രതിസന്ധി എനിക്കെന്നാ, അവർക്കില്ലാത്ത പ്രതികൂലം എനിക്കെന്നാ? ഉത്തരം ഇതാ. എന്താ? നിന്റെ കയ്യിലൂടെ ഒരു കൊയ്ത്തുണ്ട്. ആമേൻ. നിനക്കൊരു വിഷയമുണ്ടെങ്കിൽ ചിന്തിച്ചോ. ആമേൻ. നിന്നിലൂടെ ചിലതിന് ചൂട് പിടിച്ച് തുടങ്ങിയെന്നതിന്റെ അർത്ഥം. തിരുവചനം പഠിക്കുന്നത് ഇങ്ങനെയാ: ഈ കമ്പ് വിറക് തീയിലോട്ടിട്ടപ്പോൾ, ആമേൻ സ്തോത്രം, അതിൻ്റെ അകത്തുനിന്നൊരു അണലി പുറത്തു വന്നു. സ്തോത്രം. അപ്പോൾ ഇതുവരെ സുഖമായിട്ടിരുന്ന അണലി ഇപ്പോൾ പുറത്തു വന്നതിൻ്റെ, ആമേൻ സ്തോത്രം, പുറത്തു വന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനെന്ത് ചെയ്തു? തീ പിടിച്ചു. സഭയ്ക്കകത്ത് ചിലതിൻ്റെ മേൽ തീ പിടിക്കണം, സഭയ്ക്കകത്ത് ചിലതിൻ്റെ മേൽ ഈ ചൂട് പിടിക്കണം. ചിലതിൻ്റെ മേൽ ചൂട് പിടിക്കുമ്പോൾ ചിലത് പുറത്തു വരും. അതുവരെ ഇത് സുഖമായിട്ടിരിക്കും, അതുവരെ ഒരു കുഴപ്പമില്ലാതിട്ട് എന്ത് ചെയ്യും? ഇരിക്കും. സ്തോത്രം. ചിലതിൻ്റെ മേൽ ചൂട് പിടിക്കുമ്പോൾ ചില അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ചില ദേശത്തിന്റെ പോരുകൾ അഴിയും, ചില ദുരാത്മാവിന്റെ കെട്ടുകൾ അഴിയും. യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിയും. ചില ശരീരത്തിന് മേൽ ചൂട് പിടിക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം സെക്ഷനിൽ പരിശുദ്ധാത്മാവിനൊരു പ്ലാൻ ഉണ്ട്. അതെന്തെന്നറിയാമോ? ചില ശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ തീയുടെ ചലനം ഏൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നാളുകൾക്ക് മുമ്പേ ചുറ്റിയിരിക്കുന്ന പറ്റിയിരിക്കുന്ന ചില രോഗത്തിന്റെ ശക്തിയെ ആ തീയാൽ ഒന്ന് കത്തിക്കുവാൻ, ചില കുടുംബങ്ങളെ പറ്റിയിരിക്കുന്ന, ചില വ്യക്തികളെ പറ്റിയിരിക്കുന്ന, സ്തോത്രം, ചില ജീവിതത്തിന്റെ ആത്മീക നന്മകളെ പ്രാപിക്കാൻ കഴിയാതെ ചില കുടുംബങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയെ മുടക്കി വെച്ചിരിക്കുന്ന, സ്തോത്രം, പറ്റിപ്പിടിച്ചിരിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം തീയിലോട്ട് കുടയുവാൻ ആരൊക്കെ തയ്യാറാകും? പരിശുദ്ധാത്മാവ് പറയും, വിജയം ഉറപ്പാ, ജയം ഉറപ്പാ. ജയം ഉറപ്പാ. യേശുവിന്റെ നാമത്തിൽ ജയം ഉറപ്പാണ്, ജയം ഉറപ്പാണ് യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ഈ തിരുവചനം കേൾക്കുകയും അതോടൊപ്പം തന്നെ ആരാധിച്ച് അതിന്റെ മേൽ ജയം ഏറ്റെടുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: പൗലോസ് എന്ത് ചെയ്തു? ആ തീയിൽ നിന്ന് ഈ അണലി പൗലോസിന്റെ കൈക്ക് പറ്റിയത്. പക്ഷെ പൗലോസ് എന്ത് ചെയ്തു? പറയാ, തീയിലോട്ട് തന്നെ. പറയാമോ? തീയിലോട്ട് തന്നെ കുടഞ്ഞെന്ന. ദൈവസഭയെ കുടയേണ്ടത് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, കുടയേണ്ടത് തീയിലോട്ടായിരിക്കണം. അതെന്താ പാസ്റ്ററെ? അങ്ങോട്ടും ഇങ്ങോട്ട് കുടഞ്ഞാൽ കുഴപ്പം. അങ്ങോട്ടും ഇങ്ങോട്ട് കുടഞ്ഞാൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഇത് ചുറ്റും. എത്ര ആമേൻ പറയാൻ പറ്റും? അങ്ങോട്ട് കുടഞ്ഞാലും ഇങ്ങോട്ട് കുടഞ്ഞാലും കുഴപ്പമാണ്. 3-ാം ദിവസം ഉപവാസ പ്രാർത്ഥന ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിച്ച് അഭിഷേകം പ്രാപിക്കും. 3-ാം ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് എന്ത് ചെയ്യും? ഇത് കയ്യിൽ പറ്റും. ഇനി ഇത് നിന്റെ കയ്യിൽ പറ്റിയില്ലെങ്കിൽ വേറെ ആരുടെ കൈക്ക് ചുറ്റും. അതുകൊണ്ട് പൗലോസ് കുടയേണ്ടത് അവിടെ ഇവിടെ അല്ല, കുടയേണ്ടത് തീയിലോട്ടാകട്ടെ. യെസ്, അത് തീയിലോട്ട് കുടഞ്ഞാൽ എന്താണെന്നറിയാമോ? പിന്നെ ഇത് പുറത്തു വരത്തില്ല. ഇപ്പോഴേ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം ഒരു മല്ലയുദ്ധത്തിലാണ്, നമ്മളെല്ലാം ഒരു യുദ്ധക്കളത്തിലല്ലേ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം തന്നെ എന്താ? ഒരു യുദ്ധക്കളവാ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് സാത്താന്റെ തന്ത്രത്തോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കാൻ. സ്തോത്രം. ഇപ്പോൾ പൗലോസ് നിൽക്കുന്ന യുദ്ധക്കളത്തിലാ. അതെന്താ അങ്ങനെ? കാരണം അങ്ങോട്ട് നോക്കിക്കേ, മെലിത്ത ദ്വീപിന്റെ ആൾക്കാർ പൗലോസ് നോക്കി നിൽക്കുക. ഇവിടെ എത്ര പേരാ നിൽക്കുന്നത്? പൗലോസ് തന്നെ നിൽക്കുന്നത്. അവിടെ എത്ര പേരുണ്ട്? എല്ലാവരും നോക്കി നിൽക്കുക. എന്നിട്ട് അവര് ചിന്തിക്കുന്നറിയാം, ഇപ്പൊ ചത്തു വീഴും അല്ലെ? ഇപ്പൊ ചത്തു വീഴും, ഇപ്പൊ ഇവൻ തീരും എന്ന് നോക്കി നിൽക്കുക. ഇവനെ നോക്കി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പൗലോസ് ഒരു യുദ്ധക്കളത്ത് നിൽക്കുക, അവൻ എതിർത്തുകൊണ്ട് നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ ദൈവസഭയെ, പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, ഹല്ലേലൂയ,
പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ മെലിത്യ ദ്വീപിലുള്ളവരെ നോക്കത്തില്ല, അങ്ങോട്ടും നോക്കത്തില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കുന്ന പാമ്പിനെ നോക്കും. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കുന്ന പാമ്പിനെ നോക്കും, ഈ അണലിയെ നോക്കും. എന്നിട്ട് ഭയപ്പെടും, അയ്യോ ഇപ്പൊ എന്നെ കടിക്കും. ഇന്ന് അതല്ലേ നടക്കുന്നത്? ഇന്നല്ലേ നടക്കുന്നത്? പ്രശ്നത്തെ അല്ലേ നോക്കി നിൽക്കുന്നത്? ഒരു ആമേൻ പറ. ജീവിതത്തിന്റെ പ്രശ്നത്തെ അല്ലേ നോക്കി നിൽക്കുന്നത്? പ്രതിസന്ധി അല്ലേ നോക്കി നിൽക്കുന്നത്? രോഗത്തെ അല്ലേ നോക്കി നിൽക്കുന്നത്? പ്രതികൂലത്തെ അല്ലേ നോക്കി നിൽക്കുന്നത്? ഇന്ന് പകൽക്കാലം കർത്താവ് പറയും, നീ നോക്കുന്നതിനെ വിട്. അതിനെ നീ നോക്കണ്ട, അതിനെ നീ ശ്രദ്ധിക്കണ്ട. നീ ശ്രദ്ധിക്കേണ്ടത് ഏതാണെന്നറിയാമോ? കത്തുന്ന തീയായിരിക്കണം. കത്തുന്ന തീയെ നോക്കണം. മെലിത്ത ദ്വീപിലുള്ള നാട്ടുകാരെ നോക്കണ്ട. നാട്ടുകാർ പറയും നീ ചത്തു വീഴുമെന്ന്. നാട്ടുകാർ പറയും നിന്റെ പാപനിമിത്തമായി ഇത് സംഭവിച്ചെന്ന്. നാട്ടുകാർ നിനക്കെതിരായി വിരലൂണ്ടും, നാട്ടുകാർ നിനക്കെതിരായി കൈവക്കും. നീ അതിനെ നോക്കണ്ട. ഓ രാധാനാഗാശാരാസിയ. ഇന്ന് പകൽക്കാലം ചില കുടുംബത്തോട് ദൈവാത്മ ആലോചന പറയുക. നീ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വ്യക്തികളെയും വാക്ക് കേട്ടല്ല ആരാധിക്കേണ്ടത്. നാട്ടുകാർ നിന്നെ എതിരായി പറയും, ബന്ധുമിത്രാദികൾ നിനക്കെതിരായി പറയും. ആ വാക്കല്ല നീ കേൾക്കേണ്ടത്, ആ വാക്കല്ല നീ കേൾക്കേണ്ടത്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ചിലരൊക്കെ പറയുന്നത് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരാനാ പറയുന്നത്. അവിടെ നിന്നിട്ടൊരു ആമേൻ തിരിച്ചു വാ, അല്ലെങ്കിൽ അവിടെ വാ, ഇവിടെ വാ, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ചില ഡിസിഷനുകൾക്ക് ചിലരൊക്കെ ഈ ദൈവാത്മനെ കാണിക്കുന്ന ഈ ജംഗ്ഷനിൽ നിൽക്കുക. ജംഗ്ഷനിൽ 4 വശത്തോട്ട് എന്തുണ്ട്? വഴിയുണ്ട്. അതിൻ്റെ നടുക്ക് നിൽക്കുക. ഇപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നില്ല. നടുക്ക് നിൽക്കുക. ചിലരൊക്കെ വിളിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ചിലരൊക്കെ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മ ഒരു കാര്യം പറയുന്നു, തീയിൽ നിന്ന് വന്നത് തീയിലോട്ട് തന്നെ കുടയണം. യെസ്, തീയിൽ നിന്ന് വന്നത് എങ്ങോട്ടാ കുടയണ്ടേ? തീയിലോട്ട് തന്നെ കുടയണം. ഞാൻ നോക്കട്ടെ, ഈ പൗലോസ് കയ്യിൽ പറ്റിയിരിക്കുന്ന അണലിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആൾക്കാരെല്ലാം പറയുന്ന ഇപ്പൊ വീഴുന്ന, ഇപ്പൊ ചത്തു വീഴും, ഇപ്പൊ തീർന്നു പോകും എന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ നടുവിൽ പൗലോസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അപ്പൊ അതിങ്ങനെ അവൻ ആ ജന്തുവിനെ എങ്ങോട്ടാ കുടഞ്ഞേ? തീയിലോട്ട് കുടഞ്ഞു. ഹല്ലേലൂയ. തീയിലോട്ട് കുടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാ? നീ തീ പിടിച്ചപ്പോഴല്ലേ പുറത്തു വന്നത്. അതുകൊണ്ട് നീ തീയിലോട്ട് തന്നെ എന്ത് ചെയ്യണം? കുടയണം. ദൈവസഭയെ ഇന്ന് കുടയാൻ തയ്യാറാകണം. ഇന്ന് കൊടയാനൊന്ന് തയ്യാറാകണമെന്നേ. പ്രാർത്ഥന ജീവിതത്തെ പറ്റിയിരിക്കുന്ന, ആരാധന ജീവിതത്തെ പറ്റിയിരിക്കുന്ന, വിശുദ്ധിക്കെതിരായിട്ട് പറ്റിയിരിക്കുന്ന, ആത്മമണ്ഡലത്തിൽ ഉയരാൻ കഴിയാതെ ആത്മീയ ജീവിതത്തെ പറ്റിയിരിക്കുന്ന ചില അഴുക്കുകളെ ഇന്ന് യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവാകുന്ന തീയിലോട്ട് കുടയുവാൻ നീ തയ്യാറാകുമെങ്കിൽ ചില പാപത്തിന്റെ ശക്തികൾ അഴിയട്ടെ, ചില പാപ സ്വഭാവങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപയുടെ മേൽ കൃപ പ്രാപിക്കുവാൻ കഴിയാതെ, വിശുദ്ധിയിൽ ജീവിതം മുൻപോട്ട് നയിക്കാൻ കഴിയാതെ ശരീരത്തെ പറ്റിയിരിക്കുന്ന ചില ലോകത്തിന്റെ പാപശക്തികൾ ഇപ്പോൾ തന്നെ അത് തീയോടെ കത്തട്ടെ. ആ കരങ്ങളെ സ്വർഗത്തിലോട്ടൊന്ന് ഉയർത്താമോ? കരങ്ങളെ സ്വർഗത്തിലോട്ടൊന്ന് ഉയർത്താമോ? പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. കുടയുവാൻ തയ്യാറാണോ? ചില പാരമ്പര്യ കെട്ടുകൾ, നിന്നെ ചുറ്റിയിരിക്കുന്ന ചില പാരമ്പര്യ ചുറ്റുകൾ ഇന്ന് പകൽക്കാലം കുടയാൻ തയ്യാറാകുമോ? നീ കുടയാൻ തയ്യാറായാൽ ഒരു ദ്വീപിനെ പിടിച്ചടക്കാൻ പോകുക. ദൈവാത്മനെ കാണിക്കുന്ന ഇങ്ങനെയാണ്. ഈ വചനത്തോടനുബന്ധിച്ചല്ലെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നോണ്ട് പറയുക, യോശുവയുടെ ആമേ സ്തോത്രം കംപ്ലൈന്റ് ലേക്കൾ
യോശുവയുടെ ആമേ സ്തോത്രം, ആ യോശുവയുടെ വസ്ത്രത്തിൻ്റെ ആമേ സ്തോത്രം, ആ വസ്ത്രത്തിലുണ്ടായ ഒരു മുഷിച്ചൽ നിമിത്തം സാത്താൻ ഇതാ ദൈവസ്ഥലം നിൽക്കുക. ഇവൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ആമേ സ്തോത്രം ഒരു മുഷിച്ചലുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് സാത്താൻ അവകാശം പറഞ്ഞ് നിൽക്കുക. തിരുവചനം പഠിപ്പിക്കുന്ന യോശുവയുടെ വസ്ത്രത്തെ ചേഞ്ച് ആക്കി. ഇതാ ഒരു ഉത്സവ വസ്ത്രത്തെ യോശുവയെ അണിയിച്ചു. റീബാനഗസ്യ, ഇതിൻ്റെ അകത്തിരിക്കുന്ന ചില വസ്ത്രത്തിന്റെ മേൽ ചിലത് മലിനമായിരിക്കുന്നത്, ആമേൻ, ചിലതൊക്കെ കറപുരണ്ടിരിക്കുക, ആമേൻ, ചിലതൊക്കെ അഴുക്കായി ഇരിക്കുക, മുഷിഞ്ഞിരിക്കുക. സാത്താൻ അതിന് മേൽ അവകാശം പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ പറയാമോ, കർത്താവേ, ഈ മുഷിഞ്ഞ് എൻ്റെ വസ്ത്രത്തെ ചുറ്റിയിരിക്കുന്ന പറ്റിയിരിക്കുന്ന ചില മുഷിപ്പുകളെ ഞാനിതാ മാറ്റി ഒരു ഉത്സവ വസ്ത്രം ഇന്ന് പകൽക്കാലം എന്നെ ധരിപ്പിക്കാൻ എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? പരിശുദ്ധരെ, എല്ലാ അഴുക്കുകളും മാറട്ടെ. ഓ, വസ്ത്രത്തെ പറ്റിയിരിക്കുന്ന, കരത്തെ പറ്റിയിരിക്കുന്ന, ശരീരത്തെ പറ്റിയിരിക്കുന്ന, ഓ, ചിലതിനെ കുടയുവാൻ ദൈവസഭ ഇന്ന് തയ്യാറായാൽ കെടാത്തൊരു തീ, ഒരു അഭിഷേകത്തിന്റെ തീയിൽ അനേക വിറക് കമ്പുകൾ വരുവാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യേശുവേ, ആ പരിശുദ്ധാത്മാവ് ഒന്ന് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് ഒന്ന് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് ചില പാത്രത്തെ കഴുകണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലതിനെ കഴുകണമേ. പരിശുദ്ധാത്മാവ് ചില ജീവിതത്തെ ഒന്ന് കഴുകണമേ. ഓ രാബാലാസിയാരബ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ യോശുവ ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ മേൽ മുഷിച്ചൽ സംഭവിച്ചപ്പോൾ അതിന്റെ മേൽ അവകാശം പറഞ്ഞ് എവിടെ ചെന്നു? ആമേൻ, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലിക്ക് നിൽക്കി. ആരാ? സാത്താൻ. പറയുക, സ്തോത്രം, പുരോഹിതന, മഹാപുരോഹിതനാ, പക്ഷെ വസ്ത്രത്തിൽ എന്തുണ്ട്? ചെളിയുണ്ട്. അതിന്റെ മേൽ അവകാശം പറഞ്ഞു നിന്നുള്ള ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുക എന്തറിയാമോ? ആ വസ്ത്രത്തെ മാറ്റി ഇതാ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിനകത്ത് വായിക്കുന്നൊരു തിരുവചനമുണ്ട്. വസ്ത്രത്തെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? അലക്കണം. കഴുകണം എന്നല്ല പറയുന്നത്, അലക്കണം. സ്തോത്രം. അലക്കിയാൽ മാത്രമേ എങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ? ആ നഗരത്തിന്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഈ അലക്കണമെന്ന് പറഞ്ഞാലേ, ഈ പണ്ടൊക്കെ ആണെങ്കിൽ അറിയാം, കല്ലിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടിക്കുമ്പോൾ ഒച്ച കേൾക്കാം. നാട്ടുകാർക്കറിയാം എന്താ നടക്കുന്നേ. എന്താ? വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഈ അലക്കുമ്പോൾ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന ചെളികളെല്ലാം എന്ത് ചെയ്യും? പുറത്തു വരും. ഇനി ഒരു പുതപ്പ് അലക്കുമ്പോൾ പുതപ്പ് പറയാ, എന്നെ ഇത്ര അലക്കല്ലേ എന്ന് പറഞ്ഞാൽ ചെളി എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ഈ അലക്കുമ്പോൾ ചെളി പുറത്തു വരുമ്പോൾ നാട്ടുകാർ ഒച്ച കേൾക്കും. എത്ര പേര് ആമേൻ പറയും? ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വസ്ത്രത്തെ അലക്കണം. യേശുവിൻ നാമത്തിൽ അലക്കണം. ചില വസ്ത്രത്തിന് പറ്റിയിരിക്കുന്ന ചില പാപത്തിന്റെ സ്വഭാവങ്ങൾ ഇന്ന് അലക്കാൻ തയ്യാറായാൽ വസ്ത്രം ഇതാ മാറുന്നു. ഉത്സവ വസ്ത്രം കർത്താവ് ധരിപ്പിക്കാൻ പോകുക. പറ്റിയിരിക്കുന്ന ചില ചെളികളുണ്ട്, പറ്റിയിരിക്കുന്ന ചില കറകളുണ്ട്. അതിനെ ഒന്ന് അലക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ഒരു പുതിയ തുരുത്തിയിൽ വീഞ്ഞ് പകർന്നത് പോലെ ദൈവത്തിന്റെ ആ ശക്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയാമോ? കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ അപ്പാ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ, എൻ്റെ വസ്ത്രത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഇതിനൊരു ദൂത് പരിശുദ്ധാത്മ പറയുക. അമ്മ പാരമ്പര്യം പറഞ്ഞു നിൽക്കുന്ന ഒത്തിരി കൽപാത്രങ്ങളുണ്ട്, പാരമ്പര്യം പറഞ്ഞു നിൽക്കുന്ന ഒത്തിരി വീഞ്ഞിൻ്റെ പാത്രങ്ങളുണ്ട്. ഈ വീഞ്ഞിനോട് ചോദിച്ചാൽ അകത്ത് അതിൻ്റെ ഇരിപ്പ്, അതിനോട് ചോദിച്ചാൽ പറയും വർഷങ്ങൾക്ക് മുൻപേ അമ്മ എൻ്റെ അകത്താ വീഞ്ഞുണ്ടാക്കുന്നത്, എൻ്റെ അകത്താ വീഞ്ഞ് പകരുന്നത്, ഞാൻ പാരമ്പര്യം കൊണ്ട് വീഞ്ഞ് പകർന്നു വെച്ചിരിക്കുന്ന. പക്ഷെ ഒരു പാരമ്പര്യമില്ലാത്ത പുറത്ത് കിടക്കുന്ന കൽപാത്രത്തെ യേശു കർത്താവ് തിരിഞ്ഞു പറഞ്ഞു, അതിനകത്ത് സാധാ വെള്ളം നിറയ്ക്കുക.
അകത്തെന്തുണ്ട്? പാരമ്പര്യം കൊണ്ട് നിൽക്കുന്ന ഒത്തിരി കൽപാത്രം കൊണ്ട്, ഭരണിയുണ്ട്, വീഞ്ഞു നിറച്ചു വെച്ചിരിക്കുന്ന. പക്ഷെ അത് വറ്റി. ആമേൻ, സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പാരമ്പര്യം പറഞ്ഞു നിൽക്കുന്ന കൽപാത്രത്തെ അല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. പുറത്ത് ഒരു പേരുമില്ലാത്ത, ആരും മൈൻഡ് പോലും ചെയ്യാത്ത, ആരും നോക്കാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരും അതിനെ എടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത, ഈവൻ വീടിന്റെ അകത്ത് പോലും കേറ്റാൻ ആഗ്രഹിക്കാത്ത ആ പാത്രത്തെ സ്വർഗം തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയുക, അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്ക്, അതിനകത്ത് വെള്ളം നിറയ്ക്ക്. ഞാൻ ദൈവസഭയ്ക്ക് ഒരു ദൂത് കൈമാറുക. പാരമ്പര്യം പറഞ്ഞു നിൽക്കുന്ന ചിലതിനെ മാറ്റി ഒരു പാരമ്പര്യവും ഇല്ലാത്ത ചിലതിൽ കയറി വരുവാൻ പോകുക. അത് കയറി വരാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതിൻ്റെ അകത്ത് പുതു വീഞ്ഞിന്റെ ശക്തി പകരാൻ പോകുക കർത്താവ്. ഒരു പാരമ്പര്യമില്ലാത്ത, പ്രാർത്ഥിക്കാൻ അറിയാത്ത, സാക്ഷ്യം പറയാൻ അറിയാത്ത, ബൈബിൾ പോലും നല്ല രീതി വ്യാഖ്യാനിക്കാൻ അറിയാത്ത, ഒരു പാരമ്പര്യവും ഇല്ലാത്ത ചിലതിന്റെ മേൽ ഇതാ ഒരു പുതിയ വീഞ്ഞ് കർത്താവ് പകരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർ ദേശത്തെ കീഴ്മേൽ മറിക്കുന്ന രീതിയിൽ ഒരു ദൂതാണ് ദൈവസഭയ്ക്ക് ദൈവം കൈമാറുന്നത്. ന്യൂ ജനറേഷൻ, ഒരു പുതിയ തലമുറ പോലെ, ഒരു പുതിയൊരു തലമുറ പോലെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ചിലതിന്റെ മേൽ പുതിയ വീഞ്ഞുകളെ പകരാൻ പോകുക. അതിന് സ്തോത്രം. ഈ വീഞ്ഞ് പുതിയത് പകരുന്നതിന് മുന്നമേ എന്തുണ്ട്? ഒരു ശുദ്ധീകരണമുണ്ട്. എന്തുണ്ട്? പറ്റിയതിനെ ചിലതിനെ കുടഞ്ഞ് കളയണം. പറ്റിയതിനെ ചിലതിനെ കുടഞ്ഞ് കളയണം. പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താ? ഈ കയ്യിൽ പറ്റിയിരിക്കുന്ന ആ പാമ്പിനെ അല്ലെങ്കിൽ അണലിയെ ഈ തീയിലോട്ട് എന്ത് ചെയ്തു? കുടഞ്ഞു. തിരുവചനം പഠിക്കുന്നത്, എവിടെ നിന്നാണോ ഈ അണലി ഇവന്റെ കൈക്ക്, പൗലോസിന്റെ കൈക്ക് പറ്റിയത്, അങ്ങോട്ട് തന്നെ എന്ത് ചെയ്തു? കുടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കുടഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ തീയിലോട്ട് പോയി അവിടെ മെലിത്ത ദ്വീപിലുള്ളവരുടെ വിശ്വാസം തിരിച്ചു. അവിടെ വിശ്വാസം എന്ത് ചെയ്തു? അതുവരെ അവർ ചിന്തിച്ചിരുന്നു ഇവരെന്ത് ചെയ്തെന്നാ, ഇപ്പൊ ചത്ത് വീഴുമെന്നാ ചിന്തിച്ചേ, എല്ലാം തീരുമെന്നാ ചിന്തിച്ചേ. പക്ഷെ അവിടെ വിശ്വാസത്തെ മാറ്റി. വചനം വായിക്കാം, അതിന്റെ സ്തോത്രം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. അവരെന്താ ചിന്തിച്ച്? രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ഇവന് മുഴുവൻ ശരീരം എന്ത് ചെയ്യും? വീർക്കും. രണ്ട്, അവൻ എന്ത് ചെയ്തു? ഇപ്പൊ എന്ത് ചെയ്യും? ചത്തു വീഴും. ഇനി അവൻ രക്ഷ ഇല്ല എന്നാണ് അവർ ചിന്തിച്ചേ. ഇപ്പൊ ചത്തു വീഴുമെന്നാണ് അവർ ചിന്തിച്ചേ. പക്ഷെ ഇതെല്ലാം നോക്കിക്കുമ്പോഴല്ലേ അഭിഷേകൻ കൊടയുന്നത്. അഭിഷേകൻ കൊടയുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കൊടഞ്ഞപ്പോൾ വിട്ടുപോയി, ഈ പറ്റിയിരുന്ന അണലി പോയി, അവിടെ വിശ്വാസവും ഒന്ന് പറയാമോ മാറി. സൗത്ത് ഡൽഹിയിൽ വിശ്വാസത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ ദൈവസഭ കൊടയണം. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടത്തെ നോക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ആരാധനയെ വാച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ ഒരു എന്താ പറയുന്നത്, ഈ കൂട്ടത്തെ നോക്കി നിൽക്കുന്ന കുറെ പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെ പല ചിന്താഗതികളോടെയാണ് നോക്കി നിൽക്കുന്നത്. എവിടെ വരെ എത്തും, എങ്ങനെയാകും എന്നുള്ള ചിന്താഗതികളോടെ നോക്കി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ തിരുവചനത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇതിനെ കർത്താവ് നോഹയുടെ പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ കർത്താവ് ഈ ദൈവസഭയെ ഉറപ്പിക്കാൻ പോകുക. ഇതിനെ ഉറപ്പിക്കാൻ പോകുക കർത്താവ്. അതൊന്ന് വിശ്വസിക്കാമോ? ഇതിനി ഒഴുകി നടക്കത്തില്ല. ഇത് എന്ത് ചെയ്യാൻ പോകുക? കർത്താവ് ഉറപ്പിക്കും. ദൈവസഭ ഉറപ്പിക്കുമ്പോൾ സംഭവിക്കുന്നറിയാമോ? ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒത്തിരി പേര് ഇതിൻ്റെ അകത്തോട്ട് ഓടിക്കൂടും. സ്തോത്രം. അവരൊന്ന് ചിന്തിച്ചത്, ഒന്നെങ്കിൽ ഇവൻ വീർക്കും, അല്ലെങ്കിൽ ഇവൻ ചത്തു വീഴും. സ്തോത്രം. അവര് ചിന്തിച്ചത് ഇവൻ നശിക്കുമെന്നും തീരുമെന്നും ഇല്ലാതാകുമെന്നാണ് അവര് ചിന്തിച്ചത്. പക്ഷെ പൗലോസിന്റെ അകത്തുള്ള അഭിഷേകം എന്താ സംഭവിച്ചതെന്നറിയാമോ? പറ്റിയതിനെ കുടഞ്ഞു കളഞ്ഞ് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി തന്റെ കരത്തെ ഉപയോഗിച്ചുവെങ്കിൽ
ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ഞാൻ പറയുന്നു, നീ ചിന്തിച്ചതുപോലെ അല്ല, നീ വിചാരിച്ചതുപോലെ അല്ല, നീ പ്ലാൻ ചെയ്തതുപോലെ അല്ല. ഇനി മുൻപോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അത് വലിയൊരു ദൈവപ്രവൃത്തിയായി, ഒരു വലിയൊരു ദൈവകൃപയായി യേശുവിൻ നാമത്തിൽ വെളിപ്പെടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടാൻ പോകുകയാ. താരകദിനവ ശന്തനാലഘടകസ്യ അടകാ ജഗന റൂതനാരകസ്യ റീകനദിനവ ശാരമലഹസ്യ അതലഘടക ശന്തനാലഘടകസ്യ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ. നീ എടുത്തിരിക്കുന്ന തീരുമാനം അത് തെറ്റായ തീരുമാനമാണ്. നീ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റായ തീരുമാനമാണ് എന്ന് പലരും നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ സ്തോത്രം. എന്ത് പലരും ചില കാര്യങ്ങൾ പറയും, പക്ഷേ അതിന്റെ മുൻപ് ഉറച്ചു നിന്നോ. ആമേൻ, സ്തോത്രം. നീ ഒരിക്കലും മുൻപോട്ട് പോകത്തില്ല എന്ന് പറയുന്നതിന് മുൻപ് ഉറച്ചു നിന്നോ. പൗലോസിനെ പോലെ ഉറച്ചു നിന്നോ. നിന്റെ കടമ കുട്ടയുക എന്നുള്ളതാ. എന്താ കുട്ടയുക എന്നുള്ളതാ? അതിനെന്ത് ചെയ്യണം? കുട്ടയണം. ദൈവത്തിന്റെ സ്തോത്രം. ഈ കുട്ടഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി വെളിപ്പെടും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പാരമ്പര്യമായിട്ട് ചില കുടുംബത്തിന്റെ മേൽ ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കുടുംബത്തിന്റെ മേൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ആ ഒരു വിഷയം ആ കുടുംബത്തെ തകർക്കുമെന്ന് പാരമ്പര്യമായി ചില പറച്ചിലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിന്റെ തലമുറ ക്രിസ്തുവിൽ വന്നതുകൊണ്ട് ആ പാരമ്പര്യമായി നിൽക്കുന്ന ചില പേരുകളെ സ്വർഗം ഈ തലമുറയിലൂടെ തിരുത്താൻ വേണ്ടി പോകുകയാ. ഈ തലമുറ, നിന്റെ തലമുറയിലൂടെ, നിന്റെ ജനറേഷൻ മുഖാന്തരം ആ പേരിനെ കർത്താവ് തിരുത്താൻ പോകുക. ഒരു പുതിയ അധ്യായം തുറക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിലൂടെ, നിന്നിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുക. യേശുവിൻ നാമത്തിൽ നീ ആയിരിക്കും ആ കുടുംബത്തെ തിരിച്ചു പിടിക്കുന്ന രീതിയിൽ, ആ ചരിത്രത്തെ പോലും തിരിച്ചു മാറ്റുന്ന രീതിയിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാരമ്പര്യമായി വന്ന പേരിനെ അവൻ മാറ്റുന്ന രീതിയിൽ, പാരമ്പര്യമായി വന്ന പേരിനെ നിന്റെ ആരാധന മുഖാന്തരം കർത്താവ് അത് മാറ്റാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. മെലിത്ത ദ്വീപിനെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മഹത്വത്തിലേക്ക്, ദൈവരാജ്യത്തിലോട്ട്, വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നത് പോലെ ഇന്ന് പകൽക്കാലത്ത് ഈ മീറ്റിംഗ് ചില ഏരിയകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും അന്യഭാഷ ഒന്ന് ആരാധിച്ചാട്ടോ. ഇന്ന് പകൽക്കാലം എത്ര പേര് ആ ദൈവിക അധികാരത്തെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു? ഇതൊരു ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ആമേൻ, സ്തോത്രം. ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ കർത്താവ് ചില വെളിപ്പാടുകൾ, ദേശത്തെക്കുറിച്ച് ചില വെളിപ്പാടുകൾ, ചില കൃപകൾ കർത്താവ് ഇതിനകത്ത് പകരാൻ പോകുക. അതിന് ഞാൻ ചില സമയങ്ങൾ വേർതിരിക്കാൻ പരിശുദ്ധാത്മാവിനോട് ആലോചന പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പാടുകൾ കർത്താവ് ഇപ്പോൾ തരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവ് എന്നെ ഒരു കാഴ്ച ഇങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വിറക് കമ്പുകൾ പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുക. ആമേൻ, സ്തോത്രം. ഇതിൻ്റെ അകത്ത് വചനം പഠിപ്പിക്കുന്നത് ആ വിറകിൻ്റെ അകത്ത് അണലിയുണ്ട്. സ്തോത്രം. ഈ വിറകിൻ്റെ അകത്ത് അണലിയുണ്ട്. ഇതിനെ പെറുക്കി തീയിലോട്ടിടുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിന് വിടാതിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ വിറകിനെ ഞാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസികളാ, ആമേൻ, സ്തോത്രം, വ്യക്തികളാ. അത് പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുക. സഭയെ തയ്യാറാണോ? ചിതറിക്കിടക്കുന്നതിന് ഒരുമിപ്പിക്കാൻ തയ്യാറാണോ? അതിന് നമ്മുടെ കരം ചലിച്ചു തുടങ്ങണം. നിങ്ങൾ തയ്യാറാണോ? ഇതിൻ്റെ അകത്ത് ചിലരെ കർത്താവ് എണീപ്പിക്കും. എന്തിനാണെന്നറിയാമോ? ആമേ, ചിതറിക്കിടക്കുന്നതിനെ ഒരുമിച്ച് തീയിലോട്ടിടാൻ വേണ്ടിയിട്ട്. ആമേ, സ്തോത്രം. ഇതിനെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ അകത്ത് പതുങ്ങിയിരിക്കുന്ന ശക്തികളുണ്ട്. അത് തീയിലോട്ടിടുമ്പോഴാണ് പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് വേറെ ആരുടെയും കൈക്ക് ചുറ്റത്തില്ല. ഇത് ചുറ്റുന്നത് തീയിലിട്ടവന്റെ കൈക്കായിരിക്കും ചുറ്റുന്നത്. ഞാൻ എപ്പോഴും പറയും, സാത്താനെ, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്നവനോട് കളിക്കുന്നത് സൂക്ഷിക്കണം. നീ കളിച്ചാൽ അത് നിന്റെ ഒടുവിലത്തെ കളിയാ, അത് ഒടുവിലത്തെ ചുറ്റാ, അത് ഒടുവിലത്തെ പറ്റ. ഇതുവരെ ആരുടെ കൈക്കും ഇത് പറ്റിയിട്ടുണ്ടാകത്തില്ല. ചിലപ്പോൾ ഒത്തിരി പേരെ കടിച്ചിട്ടുണ്ടായിരിക്കാം. അതാ വചനം പറയുന്നത്. ഒത്തിരി പേരെ കടിച്ചിട്ടുണ്ടായിരിക്കാം, അവർ ചത്തു വീണിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അണലിയെ നീ പറ്റിയിരിക്കുന്ന ഈ കൈ ഒരു അഭിഷേകം പ്രാപിച്ച കൈയാ. ഇത് നിന്റെ ലാസ്റ്റാ.
ഇനി നീ ആരുടെ കൈക്ക് പറ്റത്തില്ല. ഇനി നീ ആരുടെ കൈക്ക് പറ്റത്തില്ല. ഇനി നീ പറ്റത്തില്ല. ഇനി നിന്റെ അന്ത്യം തീയിലോട്ടാവട്ടെ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? യേശുവിന്റെ നാമത്തിൽ ദേശത്തിന്റെ ശക്തിയെ നോക്കി എത്ര പേർ ആത്മാവിൽ പറയും, നിന്റെ ശക്തി തീർന്നു, നിന്റെ ശക്തി തീർന്നു, നിന്റെ പ്രവൃത്തി തീർന്നു. ഓ, നീ ആളുകളെ വശീകരിച്ച്, ആളുകളെ കവിൾപ്പിച്ച്, അവൻ ചത്തു വീഴും, വീർത്തു വീഴും, അവൻ നീതിദേവി കോപിച്ചിരിക്കുകയാണ് എന്നുള്ള അന്ധവിശ്വാസത്തിൽ ജനത്തെ പിടിച്ചു വച്ചിരിക്കുക. എന്നാൽ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ആ ജനത്തിന്റെ വിശ്വാസത്തെ ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കുന്നൊരു അഭിഷേകം, തിരിച്ചു പിടിക്കുന്നൊരു അഭിഷേകം, തിരിച്ചു പിടിക്കുന്നൊരു അഭിഷേകം, തിരിച്ചു പിടിക്കുന്നൊരു അഭിഷേകം ദൈവസഭയ്ക്കകത്ത് ഇറങ്ങട്ടെ. ദൈവസഭയ്ക്ക് ദൈവം കൈമാറുന്നൊരു ആലോചന ഇതാണ്. ഈ ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ദേശത്തിലൊരു ചലനം സംഭവിക്കും. നമ്മൾ ഇതിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ ഈ ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ചില സർപ്പശക്തികളുടെ മേൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഞാൻ കണ്ടത് സ്തോത്രം, ഈ വിറകുകൾ ജനങ്ങൾ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പാമ്പിൻ്റെ ശക്തിയുണ്ട്. അവരെ തീയിലോട്ട് കൊണ്ടുവരാൻ കഴിയാതെ, അവരെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയാതെ അവരെ തടഞ്ഞു വച്ചിരിക്കുന്നതിനെ അതിനെ നമുക്ക് പുറത്തിറക്കണമെങ്കിൽ ഒരു പൗലോസ് എണീറ്റ് നിൽക്കണം, ഒരു പ്രാർത്ഥിക്കുന്നവൻ എണീറ്റ് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. വില കൊടുക്കണം. കരത്തിൽ ചുറ്റുമ്പോൾ അതിനെ തീയിലോട്ട് കുടയുവാൻ ഒരു പൗലോസ് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, ഒരു കൂട്ടം നമ്മെ നോക്കി നിൽക്കുന്നവരുടെ അവരുടെ വിശ്വാസത്തോട് അനുകൂലിച്ച് നമ്മൾ നിൽക്കത്തില്ല, നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് അവർ നിൽക്കാൻ പോകുകയാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ അത്? സ്തോത്രം. മെരിസ്ത ദ്വീപിന്റെ വിശ്വാസത്തെ അനുകൂലിച്ച് പൗലോസ് നിന്നില്ല. അവരുടെ വിശ്വാസം മാറി അവർ പൗലോസിന്റെ വിശ്വാസത്തോട് ചേർന്ന് നിന്നു. കുടയാൻ തയ്യാറാണോ ദൈവസഭയെ? കുടയാൻ തയ്യാറാണോ? കുടയാൻ തയ്യാറാണോ? കുടയുവാൻ തയ്യാറാണോ? കുടയുവാൻ തയ്യാറാണോ? യേശുവിൻ നാമത്തിൽ കുടയാൻ തയ്യാറാണോ? ഇത് കുടയേണ്ടത് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, തീയിലോട്ടായിരിക്കട്ടെ കുടയേണ്ടതാ. അത് കുടയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട സ്തോത്രം. തിരുവചനം ഇങ്ങനെ നമ്മൾ ആദ്യം വായിച്ചല്ലോ, അവനോ ആ ജന്തുവിനെ തീയിൽ എന്ത് ചെയ്തു? കുടഞ്ഞ് കളഞ്ഞു. ദോഷം ഒന്നും ആർക്ക് പറ്റിയില്ല? പൗലോസിന് ഒരു ദോഷവും പറ്റിയില്ല. ദൈവത്തിന്. അത് കഴിഞ്ഞിട്ട് തിരുവചനം ഇങ്ങനെ പറയുന്നത്, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിൽക്കുക. എന്തിനാ കാത്തു നിൽക്കുന്നത്? പെട്ടെന്ന് ഇപ്പൊ എന്ത് ചെയ്യും? ചത്തു വീഴും, അല്ലെങ്കിൽ അവന്റെ ശരീരം വീർക്കും. എന്ത് കാത്തു നിൽക്കുക? ദൈവത്തിന് സ്തോത്രം. അവിടെ കാത്തു നിൽപ്പ് പ്രയോജനമായോ? ആയോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവരെന്തിനെ നോക്കിയാണോ നിനക്കെതിരായിട്ട് കാത്തു നിൽക്കുന്നത്? ഹല്ലേലൂയ. നിനക്കെതിരായിട്ട് എന്തിനു നോക്കിയാണ് അവർ കാത്തു നിൽക്കുന്നത്? ഞാൻ വചനത്താൽ പറയുന്നു, അവിടെ കാത്തു നിൽപ്പ് തീർന്നു, ഇവിടെ വിശ്വാസം ജയിച്ചു. ഹല്ലേലൂയ. എന്നോട് വീണ്ടും ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നേ, ചില കുടുംബത്തെ നോക്കി കാത്തു നിൽക്കുന്നവരുണ്ട്, ചില വ്യക്തികളെ നോക്കി കാത്തു നിൽക്കുന്നവരുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം. നിങ്ങളുടെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കേൾക്കാനുമായിട്ട് കാത്തു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, അവരുടെ കാത്തു നിൽപ്പ് ഒരിക്കലും സഫലമാകത്തില്ല. നിന്നിൽ ഒരു ദൈവശക്തി വെളിപ്പെടും. ദൈവാത്മാവരോട് പറയുന്നത്, കാത്തു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ജീവിതത്തെയും കുടുംബത്തെയും നോക്കി കാത്തു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ കാത്തു നിൽപ്പ് നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസമല്ല ജയിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വിശ്വാസം ജയിക്കാൻ പോകുകയാണ്. ഒരു കുടുംബം ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ, പലരും ഇതിനെ നോക്കി നിൽക്കുന്നത് പോലെ, എവിടെ ചെന്നെത്തും, എങ്ങനെയായി തീരും, എപ്രകാരം എവിടെ ചെന്നെത്തും എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ക്ലിയർലി എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ കാത്തുനിൽപ്പിന്റെ സമയം തീർന്നിരിക്കാൻ പോകുക. പിന്നെ അടുത്ത നിങ്ങളുടെ കുടയലിന്റെ സമയം തുടങ്ങിയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ മക്കളുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അവരുടെ ജീവിതത്തെ നോക്കി നിൽക്കുന്ന കാത്തിരിക്കുന്ന ചിലതുണ്ട്.
ഇതിൻ്റെ അകത്ത് ചിലത് കാത്തു നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചില കുടുംബങ്ങൾ കാത്തു നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് അതിനെ തൊടാൻ പോകുകയാ. തലമുറയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് പറയും, നിങ്ങളുടെ കാത്തു നിൽപ്പിന്റെ ആ സമയം തീരാൻ പോകുകയാ. Rabala hasiku shana ragasia nabala hasi shike ragadia ramtuna legadaga shana gadagasia raba adina regadaga shamtuna legadaga sikana ragasia ചിലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും കൊടുക്കുവാൻ കഴിയാതെ ആമേൻ സ്തോത്രം അവരെന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ട് ചില ഫംഗ്ഷനുകളിലോ അല്ലെങ്കിൽ ചില റിലേറ്റീവ്സിന്റെ വീടുകളിലോ ചില വീടുകളിൽ പോകാൻ പോലും മടിച്ച് നിൽക്കുന്ന ചില അനുഭവങ്ങളുണ്ട് ചില വിഷയത്തിന്റെ മേൽ. എന്നാൽ കർത്താവ് പറയുന്നു, അതിൻ്റെ മേൽ ഞാൻ നിനക്കൊരു ഉത്തരം തരാൻ പോകുകയാ. ഞാൻ നിനക്കൊരു ഉത്തരം തരാൻ പോകുകയാ. ഞാൻ നിനക്കൊരു മറുപടി തരാൻ പോകുകയാ. നിന്റെ കാത്തു നിൽപ്പതിന്റെ കാലം തീർന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്കെതിരായി കാത്തു നിൽക്കുന്നവരുടെ മുൻപിൽ നീ ഇനി വെറും കൈയോടെ നിൽക്കുകയില്ല. നീ ഒരു ഉത്തരവുമായിട്ട് അവിടെ മുമ്പാകെ നിൽക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഇനി നീ അവരുടെ മുൻപിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇനി എന്ത് പറയും, എന്ത് അവർക്ക് ഉത്തരം കൊടുക്കും എന്ന് ചിന്തിച്ച് നിൽക്കുകയല്ല. നിന്റെ കരത്തിൽ ഉത്തരവുമായിട്ട് സ്വർഗം നിന്നെ നിർത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ കുടുംബങ്ങളുടെ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടണമേ കർത്താവേ. ഇതിനകത്തിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കുടുംബത്തിനുമേ ദൈവപ്രവൃത്തി ഇപ്പോഴൊന്ന് വെളിപ്പെടട്ടെ. റമന ഹദന ചില ഉദരത്തിനകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ചില ഉദരത്തിനകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. യെസ്, ഇപ്പോൾ തന്നെ ഒരു ചലനം സംഭവിക്കട്ടെ. ഉദരത്തിനകത്ത് ഒരു ചലനം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ഉദരത്തിനകത്ത് ഒരു ചലനം. ദൈവാത്മാവെന്ന് പറയുന്ന തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, തലമുറയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പരിശുദ്ധ പറഞ്ഞ ഉദരത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പോകുക. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു ഫാമിലി ആമേൻ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നു. ആ പ്രാർത്ഥനയ്ക്ക് വന്ന ഫാമിലി ആമേൻ സ്തോത്രം ആ ഫാമിലി ഈ ഒരു വിഷയത്തെ ചൊല്ലിയാണ് വന്നത്. ആമേൻ സ്തോത്രം രജീന്ദർ രജനി എന്ന് പറയുന്ന അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ആമേൻ സ്തോത്രം അവർ മറ്റുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. രജീന്ദർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ പല പൂജകളും അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് തൻ്റെ ഭവനത്തിൻ്റെ അകത്ത് തന്നെ വലിയൊരു ഈ ഹരിദ്വാർ മുതൽ ഉള്ള വെള്ളവും മയിൽപീലി എന്ന് വേണ്ട ഒത്തിരി സംഭവങ്ങൾ കൊണ്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അതിനെ 10-12 വർഷമായിട്ട് അതിനെ ഈ പൂജിച്ചുകൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് ഈ ആരെങ്കിലൊക്കെ ഈ അസുഖമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്താണ് കൊണ്ടുവരുന്നത്. എന്തിനാണ് ഈ ഫോണ്ടക്കറിനേക്കിരിയെ ആമേൻ സ്തോത്രം ഈ ചെറിയ പൊടിവിദ്യകളൊക്കെ ചെയ്ത് അദ്ദേഹമാണ് സൗഖ്യം കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലത്തിലെ ഒരാളായിട്ട് അങ്ങ് ഇരിക്കുക. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു വിഷയമുണ്ടായി. വയറിൻ്റെ അകത്ത് ഭയങ്കര വേദന, വയറ്റ് വേദന കാരണം സഹിക്കാൻ മേല. പല ഡോക്ടറുകൾ കാണിച്ചു, പല സ്ഥലങ്ങളിൽ പോയി, പല പണ്ഡിറ്റുമാരുടെ അടുത്ത് കൊണ്ടുപോയി. ഇദ്ദേഹം പഠിച്ച പണി 18 നോക്കി, രക്ഷയില്ല. ആമേൻ സ്തോത്രം. ഒടുവിൽ ആമേൻ ഈ വേദന കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പല നാളുകൾ തള്ളി നീക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു കുടുംബം നമ്മുടെ സഭയിൽ വരുന്നുണ്ട്. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും പോയി ട്രൈ ചെയ്തില്ലേ, ഒടുവിൽ യേശുവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നവർ പറയുകയും അവർ അന്നേരം പറഞ്ഞു, ഞങ്ങൾ വരാം, പക്ഷെ ഞങ്ങൾ ഈസായി ആകത്തില്ല, വിശ്വാസിയാകത്തില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ, മനസ്സോടെ അവർ വന്നു. ആരാധന കഴിഞ്ഞ ശേഷം ഈ പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ലൈനായിട്ട് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അവസരമായി ഇവർ മുൻപോട്ട് വന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രജനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ തലയുടെ മേൽ കൈവച്ചപ്പോൾ തന്നെ ഇവൾ അലറി കരയാൻ തുടങ്ങി. അലറി കരഞ്ഞ് അവളുടെ അകത്ത് വ്യാപരിക്കുന്ന ഈ ദുർശക്തി, ഈ ദുരാത്മാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവളെ വിടത്തില്ല, ഇവളുടെ ബ്ലഡ് കുടിക്കാൻ വന്നു, ഇവളെ നശിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഈ രജീന്ദ്രൻ്റെ കണ്ണ് തുറക്കുന്നത്. ആമേൻ സ്തോത്രം. അവന് ഇപ്പോഴാണ് മനസ്സിലായി ഇത് ഇവളുടെ അകത്തിരിക്കുന്ന ഭൂതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അന്നേരം പറയാ, ഈ 12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്ഥാപിച്ചതും പൂജിച്ചതും വന്നതെല്ലാം എന്നെ വിടുവിക്കാൻ പറ്റത്തില്ലേ, പിന്നെന്തിനാ ഞാൻ ഇതിനെ
ഇതിന്റെ പുറകെ നടക്കുന്നതെന്ന് അവൻ സഭയിൽ വെച്ച് പറയുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ സൗഖ്യമായി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ സംഭവിക്കുന്നറിയാമോ, പിന്നെ നോർത്ത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ആര് ഏതിനെ പൂജിക്കുന്നുവോ അത് വിട്ടാൽ ഒരുവൻ അതിനെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും, ദോഷം ചെയ്യുമെന്ന് അങ്ങനെ ഒരു ചിന്ത ഇവർക്കുണ്ട്. അങ്ങനെ ഈ രജീന്ദ്രമായിട്ട് ഒരു വലിയൊരു സഹോദരനുണ്ട്. അദ്ദേഹം ഇത് ഏറ്റെടുത്തു. അദ്ദേഹം ഏറ്റെടുത്ത് ഇപ്പം നടക്കുന്നറിയാമോ, ഒരു റൂമിൻ്റെ അകത്ത് പൂജ നടക്കും, മറ്റേ റൂമിൻ്റെ അകത്ത് ഇവർ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. 3 കുഞ്ഞുങ്ങളും രജീന്ദ്രനും രജനിയാണുള്ളത്. ഇവർ ഇവിടെ പ്രഭുക്ക ധന്യവാദ് കരുങ്ക ഉസ്ക സംഗതി മേ സദാ രഹൂങ്ക എല്ലാ രാവിലെയും പാട്ടും പ്രാർത്ഥനയുമാണ്. അപ്പോഴത്തെ പൂജയും ഇദ്ദേഹം സ്ഥാപിച്ചതാണ്, ഇദ്ദേഹം കൈകൊണ്ട് പ്രതിഷ്ഠിച്ചതാണ്, എല്ലാം ഇദ്ദേഹം ചെയ്ത. പക്ഷെ അദ്ദേഹം അത് വിട്ടു. ഇപ്പോൾ വലിയ ആ വ്യക്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചേട്ടൻ. ഇങ്ങനെ ഒരു സമയത്ത് രാവിലെ 5 മണിക്ക് ഇവർ പ്രാർത്ഥിക്കാൻ എണീക്കും. അങ്ങനെ എണീറ്റപ്പോൾ പതിവില്ലാതെ ഇവരുടെ ഒരു 5 വയസ്സുള്ള പ്രഗുൺ എന്ന് പറയുന്നൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞും ചാടി എണീറ്റ് പ്രാർത്ഥനയ്ക്കിരുന്നു. ഇവർ പാടി പ്രഭു ക ധന്യവാദ് കരുങ്ക ഉസ്ക സംഗതി മേ സദാ രഹൂങ്ക. ഈ പാട്ട് നടക്കുമ്പോൾ കുഞ്ഞ് ചാടി എണീറ്റ് അപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ വലിയ ചേട്ടൻ എന്ന് രാവിലെ എണീറ്റിട്ട് മണിയൊക്കെ കിളിക്കിങ്ങനെ ഇത് പൂജ ചെയ്യും. അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞ് ഇവർ പോലും കണ്ടില്ല. ഈ കുഞ്ഞ് ഇവരുടെ ഈ പ്രാർത്ഥന നിന്ന് ഇറങ്ങി പുറത്തു പോയിട്ട് ഈ പൂജ ചെയ്യുന്ന റൂമിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അവന്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു മസീഹ് के नाम से चले जाओ. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് എന്തറിയാം? യേശു മസീഹ് के नाम से चले जाओ, യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ. നിങ്ങൾക്ക് കേൾക്കണോ? ഈ മണി കിലുക്കിക്കൊണ്ടിരുന്ന ഈ പൂജ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഈ മണി ഇട്ടിട്ട് ഇദ്ദേഹം ഗേറ്റിൻ്റെ അവിടെ ഓടിപ്പോയി ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞിൻ്റെ പപ്പയുടെ പേര് രജീന്ദ്ര എന്നാ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യം, രജീന്ദ്രനെ നീ നിന്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോ. എന്താ? അവൻ എൻ്റെ തലയിൽ തീ വാരി എറിയുകയാണ്. സ്തോത്രം. അവർ പറഞ്ഞ കാര്യമാ, इन बच्चों को ले जाओ, वो मेरे सिर के ऊपर आग फेंक रहा है. हालेलुया. അവൻ എന്താ പറഞ്ഞ? കുഞ്ഞ് യേശു മസീഹ് के नाम से चले जाओ. ആമേൻ. ദൈവത്തെ സഭയിൽ നിന്ന് കേട്ടതാ. ആമേൻ. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ശബ്ദമാ. പക്ഷെ ഈ 5 വയസ്സുള്ള കുഞ്ഞ് ഒരുവന്റെ തലയിൽ കൈവച്ച് പറഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിൽ വെളിപ്പെട്ടത് ഒരു തീ ഇറങ്ങുന്നത് പോലെ അവൻ അനുഭവിച്ചുവെങ്കിൽ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുമ്പോൾ നമ്മുടെ കരത്തിനോട് ദൈവശക്തി ഇറങ്ങണ്ടേ. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാണ് പറയേണ്ടത്. തീയെ ഒരു തീയെ മറ്റുള്ളതിന് പകർന്നു കൊടുക്കാൻ, ഒരുവനെ വിടുവിക്കാൻ, ഒരു അഭിഷേകത്തെ പകർന്നു കൊടുക്കാൻ ഉള്ള ചില കരങ്ങളെ പറ്റിയിരിക്കുന്ന ചിലതുണ്ട്. അതിനെ കർത്താവ് അഴിച്ചിരിക്കുക. എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ പെട്ടിയോട്ട വിളിച്ചുകൊണ്ട് വന്ന് ചാക്കിൻ്റെ അകത്ത് മുഴുവൻ കയറ്റി. ആമേൻ. അവിടെ നിന്ന് മാറ്റി. ദൈവത്തിന് സ്തോത്രം. ആ റൂം ഇപ്പോഴും പ്രാർത്ഥന റൂമായി മാറിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു 5 വയസ്സുള്ള വ്യക്തിയിലൂടെ ഒരു കുഞ്ഞിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാമെങ്കിൽ നമ്മളോട് കഴിയത്തില്ലേ? രണ്ടാമത്തെ കേട്ടോ. നിങ്ങൾക്കറിയാമോ പുൽവാമ അറ്റാക്ക്? പുൽവാമയിൽ ഉണ്ടായിരുന്ന BSFന്റെ മുകളിലുണ്ടായിരുന്ന അറ്റാക്ക് നിങ്ങൾ കേട്ടുണ്ടായിരിക്കാം. സ്തോത്രം. ഒരു അച്ചാറ് പിന്നെ കുപ്പി താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിതറുന്നത് പോലെ, സ്പൂൺ കൊണ്ട് വലിച്ചു വാരുന്നത് പോലെയാണ് ആർമിക്കാരുടെ ശവങ്ങൾ, സ്തോത്രം, അവരുടെ ശരീരങ്ങൾ ആ റോഡിൽ നിന്നും വലിച്ച് എടുത്തത്. ശവപ്പെട്ടികൾ അയച്ചുവെങ്കിലും ആ പെട്ടിക്കകത്ത് ഒന്നുമില്ല. അതിനകത്ത് അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള പുൽവാമ അറ്റാക്ക് എന്താ സംഭവിച്ചത്? ആർമിയുടെ വണ്ടി സ്തോത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുൻപിലും പുറകിലും ഈ എവിടെയെങ്കിലും ഈ സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ ഡ്രാലിൽ ഇത് കിട്ടും. പക്ഷെ ഇതിൻ്റെ അകത്ത് പോലും ആ സിഗ്നൽ കിട്ടാതെ എല്ലാ പോക്കറ്റ് റോഡുകളും ഈ ആർമിക്കാര് എന്ത് ചെയ്യുന്നറിയാമോ, ബ്ലോക്ക് ആക്കി വെക്കും. ഒരു സിവിലിയൻസിന്റെ വണ്ടി പോലും കടത്തിവിടത്തില്ല. ആർമിക്കാരെ കൈ വലിയൊരു ഇതുണ്ട്, എന്നാ പറയുന്നത്, വടിയുണ്ട്, തോക്കുമുണ്ട്. ആരെങ്കിലും അവരുടെ നിയമങ്ങൾ അനുസരിക്കാതെ പോയാൽ അവർ ആ വടി കൊണ്ട് അടിക്കും. അത്ര സെക്യൂരിറ്റി ഉള്ള സമയത്ത് ഒരു 26 വയസ്സുകാരനായ ഒരു വ്യക്തി മാരുതി 800 കാറ് മേടിച്ചിട്ട് അതിൻ്റെ പുറകിലുള്ള എന്താ പറയുന്നത് ഈ സീറ്റെല്ലാം ഇളക്കി മാറ്റിയിട്ട് സ്തോത്രം ബോംബുകൾ അതിൻ്റെ അകത്ത് അടുക്കിയായി വെച്ചു. ദൈവത്തിന് സ്തോത്രം. അടുക്കി വെച്ചിട്ട് പോക്കറ്റ് റോഡിൽ നിന്ന് എവിടെ നിന്ന് വന്ന് അവൻ അതിന് സ്പീഡിൽ കയറിയിട്ട് ഏറ്റവും മുന്നിൽ പോകുന്ന ആ ബസ്സിനെ എന്ത് ചെയ്തു? ചെന്ന് ഇടിച്ചു. ഞാൻ ചോദിക്കട്ടെ, 26 വയസ്സുകാരനെ വ്യക്തിക്ക് അറിയത്തില്ലേ ഈ വണ്ടി ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവരും ചിതറും ഞാനും ചിതറും? അറിയത്തില്ലേ? അവൻ അറിയത്തില്ലായിരുന്നോ അടുത്ത നിമിഷം എൻ്റെ ശരീരവും ചിന്നിച്ചിതറുമെന്ന്? പുറകിലിരിക്കുന്ന സ്ഫോടക വസ്തു എന്നെ തകർക്കുമെന്നും എന്നെ മരണത്തിലോട്ട് നീക്കുമെന്ന് അവൻ അറിയത്തില്ലേ? അറിയാമെങ്കിലും മരണത്തെ പോലും ഭയപ്പെടാതെ ചെയ്ത പ്രേരക ശക്തി ഏതാ?
ഹല്ലേലൂയ. മരണത്തെ പോലും പേടിക്കാതെ അവൻ ഇത് ചെയ്യാൻ അവൻ്റെ അകത്ത് വ്യാപരിച്ച ശക്തി ഏതാ? ആമേൻ, സ്തോത്രം. ഞാനൊരു കാര്യം ദൈവസഭയോട് ചോദിക്കട്ടെ. ആമേൻ, നമുക്ക് വേണ്ടി ആമേൻ രക്തമൊഴുക്കിയ യേശു കർത്താവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? ആമേൻ, യേശുവിൻ നാമത്തിൽ കർത്താവിന് വേണ്ടി എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആമേൻ, ഇവൻ ചെന്ന് ഇടിച്ചപ്പോൾ ആ ബസ് മുഴുവൻ ചിന്നിച്ചിതറമായി, ഇവന്റെ ഈ ശരീരം ചിന്നിച്ചിതറമായി. ആമേൻ, മരണത്തെ പോലും ഭയപ്പെടാതെ അടുത്ത നിമിഷം ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുമ്പോൾ ഞാൻ സ്വർഗത്തിലായിരിക്കും, ജന്നത്തിലായിരിക്കുമെന്നാ അവൻ പറഞ്ഞിട്ട വീഡിയോയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇത്ര മാരകമായ ആമേൻ സ്തോത്രം സ്പിരിറ്റ് ആമേൻ അവൻ്റെ അകത്ത് വസിക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ദൈവാത്മാവ് ഞാൻ ചോദിക്കുന്നു, എത്ര പേർ ഇന്ന് ഈ കരത്തെ കർത്താവിന്റെ കരയിലേക്ക് കൊടുക്കും? ഞാൻ കുടയാൻ തയ്യാറാ. നിങ്ങളും ഈ ഡൽഹിയും ആമേൻ ജമ്മുവും അധികം ദൂരമില്ല. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സ്തോത്രം. ഈ തീവ്രവാദികളൊക്കെ ഈ പല ഗ്രാമങ്ങൾ, ഞാൻ പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ എല്ലാ ദിവസവും ഓരോ വീടുകളിൽ ഇവർ കയറും, എല്ലാ വീടുകളിലും ഇവർ വിസിറ്റ് ചെയ്യും. സ്തോത്രം. ആരെങ്കിലും കുഞ്ഞുങ്ങളെ തലയിൽ തുണിയിട്ടില്ലെങ്കിൽ തോക്കിന്റെ പാതിക്ക് വെച്ച് അവർ അടിക്കും. അവർ ടി വി കാണുന്നുണ്ടെങ്കിൽ അടിക്കും. അവർ പറയും നമാസ് പഠിക്കാനാണ് പറയുന്നത്. ആമേൻ, സ്തോത്രം. 5 ദിവസം നിസ്കരിക്കാനാണ് പറയുന്നത്, 5 പ്രാവശ്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്താൽ, നമ്മുടെ ഈ നാട്ടിലൊക്കെ, ഇവിടെ ഇപ്പോഴുണ്ടോന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ ഈ ഓഫറിംഗ് ബോക്സുകളുണ്ട്. ഈ മിഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഓഫറിംഗ് ബോക്സുകൾ വെക്കും. എന്നതുപോലെ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഓഫറിംഗ് ബോക്സുകളുണ്ട് അവരുടെ വീടുകളിൽ. അത് ഓരോ മാസവും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ തലവന്മാർ വരും. അത് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി കൊടുക്കുന്നതാ. നമ്മളെ പറയുന്ന തീവ്രവാദത്തിന് അവർ വന്ന് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി കൊടുക്കുന്ന അങ്ങനെ വെക്കും. എന്നിട്ട് ഒരു തീവ്രവാദി എന്താ പറയുന്നത്, ഈ ഫയറിങ്ങിൽ മരിച്ചു കഴിഞ്ഞാൽ ആ തീവ്രവാദിയെ അടക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂട്ടമായിട്ട് വരും. ആമേൻ, ഉൾഗ്രാമത്തിൻ്റെ അകത്ത് കൂട്ടമായി വന്നിട്ട് മുകളിലോട്ട് ഫയർ ചെയ്ത് അവർ വളരെ റെസ്പെക്റ്റോട് കൂടി അതിനെ അടക്കം ചെയ്തിട്ട് ഒടുവിൽ എന്താ പറയുന്നറിയാമോ, ഇന്ന് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഇദ്ദേഹം മരിച്ചു, ഇനി ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 10-12 ജവാന്മാരാ മുന്നോട്ട് കയറി വരുന്നേ. യവനക്കാർ കയറി വരിക. എന്തിനാ? സമർപ്പിക്കുക. എന്തിനാ? തീവ്രവാദത്തിന് വേണ്ടിയിട്ട്. മാതാവ് പിതാവരെ കൊടുത്തിരിക്കുക. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഈ ദേശത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ യൗവനക്കാർ എവിടെ? നമ്മുടെ യുവജനം എവിടെ? ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടവരെവിടെ? ആമേൻ, സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ, സ്തോത്രം, ജീവിതത്തെ അർപ്പിക്കുന്നവരെവിടെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇളകുന്ന രാജ്യത്തിന് വേണ്ടി ആമേൻ, സ്തോത്രം, മരണത്തെ പോലും ഭയപ്പെടാതെ ജീവനെ കൊടുക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ ഇളകാത്ത രാജ്യത്തിന് വേണ്ടി ജീവനെ കൊടുക്കാൻ ആരുണ്ട് ദൈവസഭയിൽ? ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. കൊട്ടിപ്പാടി ആരാധിക്കും നമുക്ക് ഓക്കെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ കരത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടാൻ. ഇന്ന് പൗലോസ് കരത്തിൽ ചുറ്റിയ പാമ്പിനെ അണലിയെ ആ തീയിലോട്ട് കുടഞ്ഞു കളഞ്ഞുവെങ്കിൽ, അവന്റെ കരത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ, ആരുണ്ട് എന്റെ കരത്ത് ഇതാ ഞാൻ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ? എത്ര പേർ തയ്യാറാണ്? ധീരവരാധന. ഞാൻ പറയട്ടെ, ശ്വാസമണയുന്നതിന് മുന്നമേ, നാം ഈ ലോകത്ത് മാറ്റപ്പെടുന്നതിന് മുന്നമേ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, എത്ര സമ്പാദിച്ചാലും ആമേ സ്വർഗരാജ്യത്ത് 2 പേരെ കൂട്ടിക്കൊണ്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയ സഹോദരിയെ, ഒരു വ്യക്തിയെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ ആ കരത്തെ ഒന്ന് സമർപ്പിക്കാമോ? പ്രിയ സഹോദരനെ, ഒരു വ്യക്തിയെങ്കിലും ഞാൻ പോകുമ്പോൾ കർത്താവിന്റെ രാജ്യത്തിൽ വെറുകയോടെ പോകത്തില്ല, ഒരു വ്യക്തിയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് സമർപ്പിക്കാൻ ഇന്ന് ആരുണ്ട്? അവരുടെ കരത്തിൽ ഒരു കൊയ്ത്തിന്റെ അഭിഷേകം ഇറങ്ങാൻ പോകുക. അവരുടെ കരത്തിൽ കൊയ്ത്തിന്റെ ഒരു അഭിഷേകം ഇറങ്ങാൻ പോകുക. കർത്താവേ, ഒരു വ്യക്തിയെങ്കിലും മെലിത്ത ദ്വീപിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി പൗലോസിൽ വെളിപ്പെട്ടുവെങ്കിൽ, അതിന്റെ അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. അവിടെ ഒരു കുടുംബത്തെ മുഴുവൻ ആമേൻ, സ്തോത്രം, പൗലോസിലൂടെ കർത്താവ് എന്ത് ചെയ്തു? വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഗ്രാമത്തിന്റെ തലവനെ കർത്താവ് പൗലോസിനോട് തൊട്ടു. ആമേൻ, സ്തോത്രം. രോഗം സൗഖ്യമായി. ഒരു കുടുംബം യേശുവിനെ അറിഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അണലി ചുറ്റിയത് ലാഭമാ. എന്തിനാ? ഒരു കുടുംബം യേശുവിനെ അറിയാനിടയായി.
7-ാം വാക്യം വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിക്കാം 7-ാം വാക്യം, 28:7. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു കൃഷിഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്തു 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്തു ചെന്ന് പ്രാർത്ഥിച്ചു. അവന്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. മതി, ശ്രദ്ധിച്ചോ? എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡി ആയിക്കോ. ഈ കൈ ചുറ്റിരിക്കുന്ന അണലി എന്തിനാണെന്നറിയാമോ? പുബ്ലിയോസിന്റെ വീടിനെ വിടുവിക്കാനുള്ള കയ്യാ. ഹല്ലേലൂയ. ഇത് നിന്റെ ജീവിതത്തെ തകർക്കാനല്ലെന്ന്, ഇത് നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനല്ല. പിന്നെ എന്തിനാ? ഇതൊരു വീടിനെ, ഒരു ദ്വീപിനെ, ഒരു വീടിനെ ഇതാ കർത്താവിന് വേണ്ടി നേടാൻ പോകുകയാ. ചുറ്റിയിരിക്കുന്ന അണലിക്കറിയാം ഈ ഈ ഈ ഈ ഈ കൈ നാളെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പോവാ? വിടുതൽ കൊടുക്കാൻ വേണ്ടി പോകുക. അതിനറിയാം. പക്ഷെ അത് കുടഞ്ഞു കളഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ഇതാ ഒരു കുടുംബം യേശുവിലോട്ട് വരാൻ പോകുകയാ. എണീറ്റ് നിൽക്കാം യേശുവിൻ നാമത്തിൽ. എല്ലാവരും സ്ഥാനങ്ങൾ എണീറ്റ് നിന്നാട്ടാ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവേ, എൻ്റെ കരത്തിൽ ഒരു അഭിഷേകം വെളിപ്പെടണം. എൻ്റെ കരത്തിൽ ഒരു അഭിഷേകം വെളിപ്പെടണം. എനിക്ക് ഈ ദേശത്തെ നേടണം, എനിക്ക് വ്യക്തികളെ നേടണം, എനിക്ക് കുടുംബങ്ങളെ നേടണം, എനിക്ക് ചില ജീവിതങ്ങളെ നേടണം. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ചുറ്റിയിരിക്കുന്ന ചില തീയിലോട്ട് കുടയുവാൻ ഇന്ന് എനിക്കൊരു അഭിഷേകം വേണം എന്നാഗ്രഹിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ യേശുവിൻ നാമത്തിൽ.